എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാനൊരു ഫിസിഷ്യനാണ്. ഡി ലാബ് ഹെയർ റീജനറേഷൻ ക്ലിനിക് എന്ന് പറഞ്ഞ ക്ലിനിക്കിൻ്റെ ഉടമസ്ഥനാണ്. അതിലെ ചീഫ് കൺസൾട്ടൻറ്റുമാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഡി ലാബിനുള്ള പ്രത്യേകത എന്താ എന്ന് വെച്ചാൽ, ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളോട് പറയുകയാണ്, നമ്മൾ കഷണ്ടി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന മെത്തേഡ് ട്രാൻസ്പ്ലാന്റോ അങ്ങനെയൊന്നുമല്ല. ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ തന്നെ കഷണ്ടി മാറ്റുന്ന ഒരു പ്രോസസ്സാണിത്. അതെന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റില്ല. അതിന് പറ്റിയ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവർക്ക് ഇത് വേണം, ഫോളിക്കിൾസ് വേണം. ഫോളിക്കിൾ വയബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ ട്രീറ്റ്മെൻറ്റ് വർക്കാവുള്ളൂ. അത് വയബിൾ അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ അതായത് ഒരു കുറച്ചെങ്കിലും അവിടെ ഒരു ഇത് വേണം, ഹെയറിൻ്റെ ഫോളിക്കിൾസ് വേണം നമ്മുടെ. അത് വെറും 8,000 രൂപ പറ്റുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഓഫർ പ്രൈസിന് 8,000 രൂപയാണ് ഫസ്റ്റ് സെറ്റിങ്ങിനും, 8,000 രൂപയാണ് സെക്കൻഡ് സെറ്റിങ്ങിനും. ഇതൊക്കെ ഇൻക്ലൂഡിങ് മെഡിസിൻസാണ്. മാത്രമല്ല, നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മൾ 3 മാസം 4 മാസം കഴിഞ്ഞിട്ടും റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിപ്പീറ്റ് SCT ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ ആ റിപ്പീറ്റ് SCT എടുത്തിട്ട് 3 മാസം കഴിഞ്ഞിട്ടും റിസൾട്ട് മാറ്റമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ചിലവാക്കിയ പൈസേൻ്റെ 80% റീഫണ്ടും നമ്മൾ നൽകുന്നുണ്ട്. ഇത് നമ്മൾ കൊടുക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഒരു വീഡിയോ അടുത്ത് കണ്ടിരുന്നു, ഒരു പയ്യൻ്റെ വീഡിയോ. ആ പയ്യൻ്റെ വീഡിയോൻ്റെ അടിയിൽ കുറേ പേര് ഡി ലാബിനെ പറ്റി പറയുന്നതിൽ ഒരു ചങ്ങായി, കുട്ടൂസൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ഉള്ള ചങ്ങായി, എല്ലാ വീഡിയോസിലും ഡി ലാബിനെ പറ്റി പറയുന്ന എല്ലാ വീഡിയോസിലും ആ ചങ്ങായി വന്ന് തെറി വിളിക്കുക. സത്യം പറയാലോ, ഞാൻ ഈ കുട്ടൂസൻ എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പ് പേര് കെ വെച്ചിട്ട് എന്തൊരു പേരായിരുന്നു, കെ അങ്ങനെ എന്തൊരു പേര്. ആ പേര് വെച്ചിട്ട് നമ്മുടെ ചാനലിലും വന്നിട്ട് കുറേ തെറിവിളി വിളിക്കുമ്പോൾ ഞാൻ അയാൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വ്യക്തിനെ ബ്ലോക്ക് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ശല്യമാണ്. കാരണം നമ്മളെ ചാനൽ കാണുന്നത് അത്യാവശ്യം നിങ്ങൾക്കറിയാലോ, കളക്ടർ വരെ വന്നിട്ട് ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തതാണ്. കളക്ടർ ചെയ്തിട്ടുണ്ട്. ISROൻ്റെ ആളുകൾ, അതിൻ്റെ ചീഫായിട്ടുള്ള ആളുകളൊക്കെ വന്ന് ചെയ്തിട്ടുണ്ട്. അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ ഒക്കെ കാണുന്നൊരു വീഡിയോയിൽ ഇയാൾ വന്നിട്ട് ഒരുമാതിരി തെറി വിളിക്കുമ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇയാൾ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഈ വ്യക്തിയും ജയ്ബീം എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആൾ വെറുതെ ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ആൾക്ക് റിസൾട്ട് വരാനുള്ള ടൈം ആയിട്ടില്ല. 3 മാസത്തെ ആയിട്ടുള്ളൂ ചെയ്തിട്ട്. പക്ഷേ 6 മാസം പോലും വെയിറ്റ് ചെയ്യാൻ വയ്യ. അതിന് മുമ്പേ റിസൾട്ട് ഇല്ല എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയാമല്ലോ, ജയ്ബീമിനെ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ട് ജയ്ബീമിന് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ അവസരം കൊടുക്കാം. ആദ്യം കുട്ടൂസിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, മിസ്റ്റർ കുട്ടൂസ്, നിങ്ങൾ ഫസ്റ്റ് 1 ഇയറായി ഇത് ചെയ്തിട്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ പേര് പറയുക. നിങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഫോട്ടോസ്, ബിഫോർ ഫോട്ടോസും ആഫ്റ്റർ ഫോട്ടോസും ഞാൻ അയച്ച്, മീൻസ് ആഫ്റ്റർ ഫോട്ടോസ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് ഡേ ഫോട്ടോസ് നിങ്ങൾ തന്നെ തരണം. അത് ഇനിയിപ്പോൾ നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ബൂസ്റ്ററിനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എടുക്കാം, കുഴപ്പമില്ല. നിങ്ങളുടെ പേര് മാത്രം പറഞ്ഞാൽ മതി. പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. ഞാനത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യാം, ബിഫോർ ആഫ്റ്റർ നിങ്ങളുടെ ഫോട്ടോസ്. ഞാനും പറയണില്ല മാറ്റണ്ടോന്ന്, നിങ്ങളും പറയേണ്ട മാറ്റണ്ടോന്ന്, നാട്ടുകാർ പറയട്ടെ മാറ്റണ്ടോന്ന്. ഇനിയിപ്പോൾ മാറ്റം ഉണ്ട് എന്നാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ വർത്താനം പറഞ്ഞ് പിന്നീട് വരരുത്. മാറ്റമില്ല എന്നാണെങ്കിൽ ഞാൻ നിങ്ങൾ ചിലവാക്കിയ കാശ് തിരിച്ചു തരും. ആ ഒരു കാര്യത്തിന് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? പേര് നിങ്ങൾ ഓപ്പണായിട്ട് പറയുക. നിങ്ങളുടെ പേര് ഇതാണ് എന്ന് പറയുക. അതിന് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും അതുപോലും പറ്റില്ലെങ്കിൽ പിന്നെ തെറിവിളി ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇതിനുപോലും പറ്റാതെ തെറി വിളിക്കുന്നതിന് വേറെ എന്താ പറയുക, ഒരു അജണ്ട ക്രിയേഷൻ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യം, നിങ്ങളുടെ കഷണ്ടി മാറിയില്ല, അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ പേരെങ്കിലും പറയും. പക്ഷേ നിങ്ങൾ പേരും പറയണില്ല. പക്ഷേ ബാക്കിയുള്ളവർ ആരെങ്കിലും ചെയ്യാൻ പോകുന്നവരൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന ഈ ഒരു തരം മാനസിക വിഭ്രാന്തി നിങ്ങൾ പ്രകടിപ്പിക്കാതെ നിങ്ങളുടെ പേര് പറയൂ, നമുക്ക് നോക്കാം. ബാക്കി കാര്യങ്ങൾ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടല്ലോ. സൊല്യൂഷൻ നമ്മൾ സോൾവ് ചെയ്തിട്ട് തന്നെ പോകാൻ മുന്നോട്ട്. ഞങ്ങൾ ഇവിടെ സൊല്യൂഷൻ റീഫണ്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട്, പേഷ്യൻസിന് കൊടുത്തിട്ടുമുണ്ട്. ഞങ്ങൾക്ക് നാണക്കേടൊന്നുമില്ല. ഞങ്ങൾ ബാക്കിയുള്ള ചില ഓയിൽ കമ്പനി പറയുന്ന പോലെ റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ 3 മാസം അങ്ങനെ തിരിച്ചു വരും, എന്നിട്ട് അവർ കൊടുക്കാതിരിക്കുക, അങ്ങനത്തെ സ്കീമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അങ്ങനത്തെ അല്ല ഞങ്ങൾ തിരിച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഞങ്ങൾ വാക്ക് എപ്പോഴും പാലിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരാളും റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ് വന്നിട്ട് റിസൾട്ട് ആക്ച്വലി ഇല്ലാത്ത ആളുകൾക്ക് വെറുതെ പോകേണ്ടി വന്നിട്ടില്ല, റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അപ്പോൾ ഈ കുട്ടൂസിനോട് എനിക്കിതാ പറയാനുള്ളത്,
പറയുന്നതിന് മുമ്പേ നിങ്ങൾ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് കാണുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പേരാണ് പറയേണ്ടത്. ഈ കുട്ടൂസിന് പേരില്ലെങ്കിൽ പിന്നെ അതിനർത്ഥം നിങ്ങൾ വേറെ ഏജൻ്റാണെന്ന്. അപ്പോൾ വെറുതെ വന്ന് ഇവിടെ തൊള്ള വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഏജൻറ്റിൻ്റെ പണിയാണ് ചെയ്യുന്നത്, അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ കുട്ടൂസിനോടാണ് ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. നിങ്ങളെ പേര് പറയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം.